പ്രാഥമികമായിട്ട് അതിന്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. ആ കണക്കുകൾ വെച്ച് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ വിശദമായി പാർട്ടി വിലയിരുത്തും. ആ വിലയിരുത്തൽ നടന്നു വരുന്നതേ ഉള്ളൂ. വോട്ട് ചോർച്ച എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ബേസ് വോട്ടിലൊരു ചോർച്ച ഉണ്ടായില്ല. പാർട്ടി നേതാക്കന്മാർ മുഴുവൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 66,000-ൽ പരം വോട്ട് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു വോട്ടല്ല. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെയധികം തകർച്ച നേരിട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. 30%, 28,000-ൽ പരം വോട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതിന് വളരെ വേഗം പാർട്ടി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2019-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശേഷം പാർട്ടിക്ക് അതേപോലെ തന്നെയാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അതിനേക്കാൾ വേഗത്തിൽ ഇതൊരു മലപ്പുറം ജില്ലയിലെ ഒരു നിയോജക മണ്ഡലമാണല്ലോ. അപ്പോൾ ആ നിയോജക മണ്ഡലത്തിനകത്ത് പോലും വളരെ വേഗത്തിൽ പാർട്ടി തിരിച്ചു വരുന്നുണ്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. എന്നാലും തിരിച്ചടികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഫലത്തെ സംബന്ധിച്ച് വളരെ താഴെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പോയി. എങ്ങനെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നത്. പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്. എന്നാലും അടിസ്ഥാനപരമായി നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അതിലെവിടെയെങ്കിലും വല്ല ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലെയും കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണക്കിനനുസരിച്ച് അത് പരിശോധിച്ചിട്ട് പാർട്ടി ഒരു നിഗമനത്തിലെത്തി അത് പാർട്ടിക്കുള്ളിലാകെ തന്നെ ചർച്ച ചെയ്യപ്പെടും. പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയും അതേപോലെ തന്നെ വിജയേട്ടനും അതേപോലുള്ള ബന്ധപ്പെട്ടുള്ള സാക്കളൊക്കെ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഗൌരവതരമായി തന്നെ ഈ വിഷയങ്ങളാകെ പാർട്ടി പരിശോധിച്ചിട്ട് എവിടെയാണോ എന്താണോ വീഴ്ചകൾ പറ്റിയിട്ടുള്ളത്, എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം. അതൊക്കെ ഭരണവിരുദ്ധ വികാരം എവിടെ ഉണ്ടായിന്ന് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ വോട്ടിങ്ങനെയാ വരിക, വോട്ടിംഗ് പാറ്റേൺ ഇങ്ങനെയാ വരിക. ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ അല്ലല്ലോ. 66,000 വോട്ട് കിട്ടിയാൽ പാർട്ടിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സാധാരണ പാർട്ടി മെമ്പർമാരും അനുഭാവികളടക്കമുള്ള പാർട്ടിയുടെ ബേസ് മുഴുവൻ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുക. അപ്പം മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് UDF പോകണ്ടേ. അങ്ങനെ ഒരു ഭൂരിപക്ഷം ഒന്നും പോയിട്ടുണ്ടായിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ അൻവർ പിടിച്ച വോട്ടുകളുടെ ഇത് തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് യാതൊരു തരത്തിലുള്ള രീതിയിലുള്ള ഗവൺമെന്റിനെതിരായിട്ടൊരു വിജയത്തായിട്ടൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അത് മൂന്നാമതൊരു ഘടകം അവിടെ വർക്കൌട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ വർക്കൌട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. ഈ അൻവർ പറയുന്നത് അൻവർ പിടിച്ച വോട്ടുകളിൽ കൂടുതലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ്. ഞങ്ങൾ പരിശോധിക്കട്ടെ, ഇടതുപക്ഷത്തിന്റെ വോട്ടാണോ പിടിച്ചത്, അതെങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കാം. ബൂത്ത് തലത്തിലുള്ള കണക്ക് വന്നാൽ ഞങ്ങൾക്ക് അത് പറയാൻ കഴിയും ഏത് തരത്തിലാണ് വോട്ട് പിടിച്ചെന്നുള്ളത്, എങ്ങനെയാണ് അൻവർ ഏതൊക്കെ ഘടകങ്ങൾ ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പം അതിന്റെ കണക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പം അത് മുഴുവൻ എത്തിയാൽ നമുക്ക് ബൂത്ത് തലത്തിൽ തന്നെ അത് പരിശോധന നടത്തിയ കണക്കുകൾ വന്നതിന് ശേഷം പറയാം. നമുക്ക് ഇങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ അല്ലേ. ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥലത്ത് പാർട്ടി തീരുമാനമെടുത്ത് ചിഹ്നത്തിൽ മത്സരിക്കും, സ്വതന്ത്രം മത്സരിപ്പിക്കേണ്ട സ്വതന്ത്രം മത്സരിപ്പിക്കും. സ്വതന്ത്രർ മത്സരിപ്പിക്കുമ്പോൾ സ്വതന്ത്രർ കൊണ്ടുവരുന്ന ഒരു വോട്ടുണ്ട്, അവരുടെ ഒരു പ്രത്യേക വോട്ട്, അവരൊരു വ്യക്തിഗതമായ കഴിവും മികവും അനുസരിച്ചുള്ള ഒരു വോട്ടുണ്ടാവും. ആ വോട്ട് വരുമ്പോൾ അതും ആഡ് ചെയ്തിട്ടാണ് നിലമ്പൂരിന്റെ ചരിത്രം, നമ്മൾ ജയിച്ച ചരിത്രം എന്ന് ഞാൻ അവിടെ വിശദീകരിക്കേണ്ട. പാർട്ടി നേതാക്കന്മാരാകെ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അൻവർ ജയിച്ചതും 2 തവണ അൻവർ ജയിച്ചതും അതിനു മുമ്പ് ജയിച്ചപ്പോഴൊക്കെ പ്രത്യേക പൊളിറ്റിക്കൽ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടാണ് അവിടെ വിജയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയും അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടും. ഇനിയും തെരഞ്ഞെടുപ്പുകളുണ്ട്, ഇനിയും നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അതൊരു ചിഹ്നം വന്നതുകൊണ്ട് വോട്ട് കുറഞ്ഞു അങ്ങനെയൊന്നുമില്ല. അതിന് വേറെ കുറെ കാരണങ്ങളുണ്ടാവും, പ്രത്യേകതകളുണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പല്ലല്ലോ വേറൊരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിന്റേതായ വ്യത്യസ്തതകൾ നമ്മൾ പരിശോധിക്കും.